ഓടിച്ചും ബഹളം ഉണ്ടാക്കി നടക്കുന്നതാണോ നിന്റെ ഗെയിം? എനിക്ക് ഇംപ്രസ് ആവാൻ മാത്രമുള്ള ഗെയിമൊന്നും ഞാൻ നിന്നിൽ കണ്ടിട്ടില്ല എന്നും ശ്രീകുമാർ പറയുന്നു. ജാൻമണി ജെൻഡർ കാർഡ് ഇറക്കി കളിക്കുന്നത് ടൂ ബാഡ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ശാപവാക്കുകളും പ്രാക്കും ഒട്ടും ശരിയല്ല എന്ന് പറയുന്നു. നീ കളിക്കുന്നത് ഒരു ആണിനോടോ പെണ്ണിനോടോ അല്ല എന്ന ഡയലോഗ് അടിക്കുന്നത് വളരെ മോശമാണ് എന്നും കൃത്യമായും പറയുന്നു. സോ ഞാൻ ഓരോ കണ്ടസ്റ്റന്റും പറഞ്ഞ കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ അഭിഷേക് ശ്രീകുമാർ പുറത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വന്നങ്ങ് പറഞ്ഞു കൊടുത്തു. പുള്ളി പറയുന്നുണ്ട്, എനിക്കത് ഉള്ളതുപോലെ പറഞ്ഞിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കൊപ്പം കളിച്ച് നിൽക്കാനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഉള്ളതുപോലെ പറയുന്നത്, വേണമെന്നുള്ളവർക്ക് എടുക്കാം എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് അഭിഷേക് ശ്രീകുമാർ നല്ലൊരു ഹിന്റാണ് കൊടുത്തത്. കാര്യം ഇപ്പൊ ഇതിനൊക്കെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കിടിലമായിട്ടുള്ള ഹിന്റാണ്. അതിൽ കൂടുതലൊന്നും വേറൊരു സാധനം ഒരു കിട്ടാനില്ല. അതേണക്ക് തന്നെ പൂജ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പോഴത്തെ കളി മോശമാണെന്നും പറയുന്നു. പിന്നെ പേഴ്സണൽ ഹൈജീനെ പറ്റി സംസാരിച്ചു. അപ്പം ജാസ്മിൻ അത് വന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് പറയുന്നു ഹൈജീനെ പറ്റിയിട്ടല്ല, എൻ്റെ ഗെയിമിനെ പറ്റിയിട്ടാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന സാധനമാണ് നമ്മളെല്ലാവരും കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും അതെന്താ പറയണ്ടേ, അതും ഒരു പാർട്ട് ഓഫ് ദി ഗെയിമാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറത്തതിന്റെ കുഴപ്പമാണ് ഇതെല്ലാം. അത് കണക്ക് നന്ദനയും പിന്നെ അഭിഷേകും ആണോ അതോ സിബിനാണോ എന്ന് എനിക്കറിയില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് രാത്രിയിൽ കെട്ടിപ്പിടിച്ചിരിക്കാന്നോ നമുക്ക് രാത്രിയിൽ കടിക്കാന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ അഭിഷേക് ശ്രീകുമാർ ഈ പറയുന്ന ജാസ്മിൻ അടുത്ത് പറയുന്നത് ബേക്കറി പലഹാരം ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മേ ബി ഈ വാപ്പയെ ബേക്കറിയിൽ വെച്ച് കണ്ട സംഭവം അങ്ങനെ കണക്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ആ ഒരു സംഭവം പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാൽ ഇവർ പറയുന്ന കുറെ ഹിന്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് പുറത്തുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്തായി കഴിഞ്ഞാലും വെളിയിലാവും. കാര്യം ഇത്രയും നാൾ ആൾക്കാർക്ക് ആർക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എങ്ങനെങ്കിലുമൊക്കെ പുറത്തോ. കാര്യം കഴിഞ്ഞ നിങ്ങൾക്ക് സീസണിൽ ഒരു കാര്യം അറിയാം, അതിനകത്ത് ഒമർലുല്ലു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പുതിയതായിട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയും കൊണ്ട് പൂളിലെടുത്ത് ചാടിക്കും. പൂളിൽ ചാടിയിട്ട് നമ്മൾ മൈക്ക് യൂസ് ചെയ്യാതെ എടുത്ത് ചാടിയിട്ട് അതിനകത്ത് സംസാരിക്കും എന്നൊക്കെ പറയുന്നേക്കണം. പക്ഷേ ഈ പ്രാവശ്യം പൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. ഈ വേക്കപ്പ് സോങ് ഇടുമല്ലോ, ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ ചിലതൊന്നും കേൾക്കില്ല എന്ന് പറയാം. പക്ഷെ എന്തായി കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ബിഗ് ബോസിന്റെ എഡിറ്റേഴ്സിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെയുള്ള സീന് കട്ട് ചെയ്യാതെ തന്നെ അവർ പബ്ലിഷ് ആക്കുക. അതിനകത്തെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം അത്ര സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഇത് മൊത്തം. കാര്യം ഇപ്പൊ വാപ്പയുടെ കേസ് ജാസ്മിൻ പറഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാ സാധനവും പബ്ലിക്കിലാണ്. അപ്പൊ അതെന്തുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഷോയെ തന്നെ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ഇത് ബാധിക്കുന്നുണ്ട്. ഈ പുറത്തെ കാര്യങ്ങൾ പറയുന്നതായാലും പുറത്തെ ഇൻഫർമേഷൻസ് കിട്ടുന്നതായാലും ഈ ഷോയുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായുള്ളൊരു കാര്യം കേട്ടോ. എന്തായി കഴിഞ്ഞാലും നമുക്ക് കണ്ടറിയാം ഇനി മാറുന്നുണ്ടോ അതോ വീണ്ടും ഇനി ഭയങ്കര പത്തറ്റിക് ആവുമോ നമുക്കിനി കണ്ടറിയാം. അപ്പം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.